മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-25 അക്കാദമിക വർഷം +2 മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ തിയറി എക്സാമിനേഷനും അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പോർഷന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. തീർച്ചയായും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് 120 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. തിയറി എക്സാമിനേഷന് നിങ്ങൾക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 20 മാർക്ക് എന്ന് പറയുന്നത് CE മാർക്കാണ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അതായത് തിയറി എക്സാമിനേഷന് 60 + 20 80 മാർക്കും 40 മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ കൂടെ നേടാൻ സാധിക്കും. അതായത് +2 നിങ്ങൾക്ക് 120 മാർക്സ് ആണ് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഇയർ ഓൾറെഡി 80 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. 60 മാർക്ക് തിയറിക്കും 20 മാർക്ക് CE മാർക്കും. അങ്ങനെ മൊത്തം 200 മാർക്കിനാണ് +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ നടത്തുന്നത്. ഇതിൽ 180 മാർക്ക് നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ ലക്ഷ്യം A+ എന്ന കടമ്പ നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കും. തീർച്ചയായും പല വിദ്യാർത്ഥികളും വിഷമത്തിലായിരിക്കും. +1 മാർക്ക് കുറഞ്ഞു പോയല്ലോ. വിഷമിക്കേണ്ട ആവശ്യമില്ല. +1 80 60 മാർക്ക് സ്കോർ ചെയ്ത കുട്ടിക്കും, അതായത് ജസ്റ്റ് ഒരു A ഗ്രേഡ് സ്കോർ ചെയ്ത കുട്ടിക്കും +2 എക്സാമിനേഷൻ കഴിയുമ്പോൾ A+ സ്കോർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം? 120 മാർക്കും സ്കോർ ചെയ്യണം. സപ്പോസ് +1 80 60 മാർക്കാണ് സ്കോർ ചെയ്തതെങ്കിൽ സെക്കൻഡ് ഇയർ ഈ 120 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് 180 മാർക്കായി A+ ആയി കഴിഞ്ഞു. അതുകൊണ്ട് 60 അതിൽ കൂടുതലോ മാർക്ക് സ്കോർ ചെയ്യുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും +2 മികച്ച സ്കോർ കൂടെ കണ്ടെത്തിയാൽ A+ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ട മാർക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട. തീർച്ചയായും ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനിൽ കൂടി നിങ്ങൾക്ക് മാർക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ സാധിക്കും എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. +2 തിയറി എക്സാമിനേഷൻ തീർച്ചയായും 60 മാർക്കിനാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ കഴിഞ്ഞ വർഷത്തത് പോലെ തന്നെയാണ്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻ തന്നിരിക്കും, വി ഹാവ് ടു ആൻസർ എനി 6. 4 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ തന്നിരിക്കും, വി ഹാവ് ടു ആൻസർ എനി 6. 6 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ തന്നിരിക്കും, വി ഹാവ് ടു ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷത്തെ അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ. ഈ വർഷം നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുവാനുള്ളത്. പാർട്ട് 1 6 ചാപ്റ്ററും പാർട്ട് 2 7 ചാപ്റ്ററും, അങ്ങനെ മൊത്തം 13 ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. തീർച്ചയായും ലേറ്റസ്റ്റ് NCERTയുടെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിക്കുക. കാരണം പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുകയാണെങ്കിൽ അതിലെ പല പോർഷൻസും നിലവിൽ ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഏതൊക്കെ പോർഷനാണ് ഡിലീറ്റഡ് അല്ലാത്തത് ഏതൊക്കെ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ലേറ്റസ്റ്റ് സിലബസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് പഠിക്കുന്നതാണ് അത്യുത്തമം. തീർച്ചയായും ചാപ്റ്റേഴ്സ് ഒന്ന് ഓടിച്ച് പറയാം. ചാപ്റ്റർ നമ്പർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് ഇയറിൽ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചു നിങ്ങൾ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ. അതിന്റെ തുടർച്ചയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് റിലേഷൻസ്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് അത് സിലബസിലുണ്ട്, ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ് അതും സിലബസിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. തീർച്ചയായും പല സ്കൂളുകളിലും ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചു തുടങ്ങിക്കാണും. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 7 മാർക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്. ഫസ്റ്റ് ഇയറിൽ 3rd ചാപ്റ്റർ ട്രിഗണോമെട്രി ഫങ്ഷൻസ് പഠിച്ചു. അതിന്റെ ഇൻവേഴ്സ് ഫങ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. വെയിറ്റേജും വളരെ കുറച്ചേ ഉള്ളൂ. 3 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം 4 മാർക്ക് മാത്രമേ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ തീർച്ചയായിട്ടും 4 മാർക്കിനായിരിക്കും മാക്സിമം ഈ ചാപ്റ്റർ ചോദിക്കാൻ സാധ്യത. വലിയ പരിക്കില്ലാതെ നമുക്കത് സ്കോർ ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3 +2 കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. പല സ്കൂളുകളിലും ആദ്യം ഈ 3rd ചാപ്റ്റർ ആയിരിക്കും പഠിപ്പിക്കുന്നത്. മാട്രിസസ് ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ, ഈസി ആയിട്ട് 7 മാർക്സ് സ്കോർ ചെയ്യാം. ഒരു പുതിയ ഐഡിയ ആണ്, അതുകൊണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 4 അതിലും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, മെട്രിസസിന്റെ തുടർച്ച, ഡിറ്റർമിനൻസ്. വീണ്ടും പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഡിറ്റർമിനൻസിന്റെ ഇവാലുവേഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുക. ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. സോ മെട്രിസസ് ഡിറ്റർമിനൻസ് 2 ചാപ്റ്റർ പഠിച്ചാൽ 13 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ജയിക്കാൻ വെറും 18 മതി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്.
നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5 കാൽക്കുലസ് എന്ന മഹാ ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 5 +1 പഠിച്ച ചാപ്റ്റർ നമ്പർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാകണം. ആ ചാപ്റ്ററിന്റെ തുടർച്ചയാണ് ഇവിടെ. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റി എന്ന ആശയം, അതിനുശേഷം ഡിഫറൻഷ്യബിലിറ്റി, derivative of composite functions, derivative of implicit functions, derivative of parametric functions, logarithmic differentiation, അങ്ങനെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ഡിഫറൻസിയേഷൻ +1 പഠിച്ചത് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ചാപ്റ്റർ പഠിക്കാതെ അടുത്ത ഒരു 4 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കത്തില്ല. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ, എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ, BSc മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചാപ്റ്റർ. ജസ്റ്റ് പാസ്സാകാൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതിലേക്ക് പിന്നാലെ വരാം. സോ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 7 മാർക്കാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 6 ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചു, ഡിഫറൻസിയേഷൻ പഠിച്ചു, അത് എന്തിനു പഠിക്കുന്നു, അതിന്റെ ആവശ്യകത എന്ത്, അതിന്റെ ആപ്ലിക്കേഷൻ എന്ത്, അത് വിശദമായി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നു. 3 ആപ്ലിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്, മാക്സിമ ആൻഡ് മിനിമ. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 മാർക്കാണ്. സോ ഈ 6 ചാപ്റ്റർ ആണ് പാർട്ട് 1 ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിഫറൻഷ്യൽ കാൽക്കുലസും ഓൾജിബ്രയുമാണ് പ്രധാനമായിട്ടും ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് 2 അടുത്ത ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 7 +2 മാത്തമെറ്റിക്സ് പഠിക്കുമ്പോൾ കുട്ടികളുടെ പേടി സ്വപ്നം. യഥാർത്ഥത്തിൽ കാര്യം അറിയാവുന്നവർക്ക് വളരെ സിമ്പിൾ ആണ്, പക്ഷേ കുറച്ച് പണിയെടുക്കണം. ചാപ്റ്റർ നമ്പർ 7 ഇന്റഗ്രൽസ്, ഇന്റഗ്രേഷൻ എന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണ്. വിശദമായി തന്നെ പഠിക്കുകയാണ്. ഒരു ലെങ്തി ചാപ്റ്റർ, ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. 9 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്, ഇന്റഗ്രൽസ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ എന്താണ്? 8. ചെറിയ ചാപ്റ്റർ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊരൊറ്റ ആപ്ലിക്കേഷൻ, ഏരിയ അണ്ടർ സിമ്പിൾ കർവ്. അതാണ് നമുക്ക് ചാപ്റ്റർ നമ്പർ 8 പഠിക്കേണ്ടത്. ജസ്റ്റ് 4 മാർക്സ് ആണ് അതിന്റെ വെയിറ്റേജ്. അതായത് 7ാമത്തെ ചാപ്റ്ററിന് എത്രയായിരുന്നു? 9 മാർക്സ്. ഇത് 4, 9 4 13 മാർക്ക്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 7 ആയി 8 ആയി 9. ചാപ്റ്റർ നമ്പർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഡിഫറൻസിയേഷനും അറിയണം, ഇന്റഗ്രേഷനും ഒക്കെ അറിയണം. ഡെറിവേറ്റീവ്സ് ഉള്ള ഇക്വേഷൻസ്, അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ വിശദമായി പഠിക്കാനുണ്ട്, പക്ഷെ വെയിറ്റേജ് വളരെ കുറവാണ്. വേണമെങ്കിൽ നമുക്ക് +2 സ്കിപ്പ് ചെയ്യാവുന്ന ഏക ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഹയർ സ്റ്റഡീസിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഏറ്റവും അധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വെറും 4 മാർക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 10 വീണ്ടും ആശ്വാസത്തിന്റെ കുളിർത്തന്നലുമായി മറ്റൊരു ചാപ്റ്റർ വരികയാണ്. വെക്റ്റർ ഓൾജിബ്ര, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. ഡിറ്റർമിനൻസ് എന്ന കോൺസെപ്റ്റ് കൂടെ ഇവിടെ അറിയേണ്ടതുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 7 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. വെക്റ്റർ അഡിഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് 2 വെക്റ്ററിന്റെ പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റ്, വെക്റ്റർ പ്രോഡക്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 11 3 ഡയമെൻഷണൽ ജോമെട്രി, മറ്റൊരു ഈസി ചാപ്റ്റർ. ഡിറ്റർമിനൻസ് എന്ന കോൺസെപ്റ്റ് അറിയാമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ. 1-2 ചെറിയ ഫോർമുല പഠിച്ചാൽ മതി, വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മാർക്കുമേ ഉള്ളൂ. 4 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ സ്പേസ് പഠിക്കാനുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്, ഇത്രയും അതിനകത്ത് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 12 കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ, ഈസി ആയിട്ട് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ, ലീനിയർ പ്രോഗ്രാമിംഗ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. ഫൈനലി ദ ലാസ്റ്റ് ചാപ്റ്റർ നമ്പർ 13. +1 ലാസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? പ്രോബബിലിറ്റി. അതിന്റെ തുടർച്ചയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ദെൻ ബേസ് തിയറം. ഈ 3 കോൺസെപ്റ്റുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത്രയുമാണ് +2 നിങ്ങൾക്ക് 8 അല്ലെങ്കിൽ 9 മാസം സമയം കിട്ടും. വിശദമായി പഠിക്കാൻ സമയമുണ്ട്. തീർച്ചയായും അവിടെ നിന്നും ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് പഠിച്ചാൽ +2 മാർക്ക് സ്കോർ ചെയ്യുക അത്ര ഈസി അല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് 1 by 1 ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് തറവായി പഠിച്ചാൽ മാത്രമേ എക്സാമിനേഷന് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു അബദ്ധം ഒന്നുമല്ല. തീർച്ചയായും അതേ നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആവറേജ് കുട്ടികൾക്കും എബോവ് ആവറേജ് കുട്ടികൾക്കും മാത്രം ഫുൾ മാർക്ക് ആവറേജ് കുട്ടികൾക്ക് സാധിക്കുമെന്ന് അറിയത്തില്ല, ഹാർഡ് വർക്ക് ചെയ്താൽ സാധിക്കും. മികച്ച സ്കോർ കണ്ടെത്താൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ വർഷവും പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കുക. തീർച്ചയായും സബ്ജക്ട് മനസ്സിലാക്കി പഠിക്കുക. ഓരോ ചാപ്റ്ററിന് കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തെക്കാളും നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വർഷം നമ്മൾ പബ്ലിക് എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിന് ലാസ്റ്റ് മിനിറ്റ് അവസാനത്തെ 1-2 മാസം പഠിച്ചാൽ പോരാ, ആദ്യം മുതലേ പഠിക്കേണ്ടതുണ്ട്. ഓരോ ചാപ്റ്ററും വിശദമായി ഡീറ്റെയിൽഡ് ആയിട്ട് സബ്ജക്ട് മനസ്സിലാക്കി പഠിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ 13 ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലെയും കൃത്യമായി അതിന്റെ സബ്ജക്ട്, അതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്നു. ആ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് +2 മാത്തമാറ്റിക്സ് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിൽ ഈ 13 ചാപ്റ്ററിലെയും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കണ്ടു പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 100% ഉറപ്പാണ്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പിന്നെ റിവിഷൻ ക്ലാസ്, 1 ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻ, അങ്ങനെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തൽക്കാലം അതൊന്നും നോക്കണ്ട, നിങ്ങൾ സബ്ജക്ട് പഠിക്കൂ. മാത്സ് പഠിക്കണമെങ്കിൽ ആദ്യം സബ്ജക്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് +2-ൽ +1-നേക്കാൾ കുറച്ചുകൂടെ ടഫായിട്ടുള്ള, കുറച്ചുകൂടെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ എക്സാമിനേഷന് സ്കോർ ചെയ്യാൻ സാധിക്കൂ. ഇതാണ് നമ്മുടെ തിയറിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് 60 മാർക്ക് കിട്ടിക്കഴിഞ്ഞു, 20 മാർക്സ് CE മാർക്കിൽ കൂടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ? മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ IT യുമായി ബന്ധപ്പെട്ടാണ്. 10ാം ക്ലാസ്സിലെ IT എക്സാം മനസ്സിലുണ്ടായിരിക്കും. അതല്ല +2-ലെ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. അങ്ങനെ എല്ലാവർക്കും ഫുള്ള് കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല. കൃത്യമായി ലാബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതിലെ ഓരോ ലാബുകളും ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ ഈ 40 മാർക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 4 മാർക്ക് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക്, മാത്തമാറ്റിക്സിൽ അത് ഒബ്സർവേഷൻ ബുക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന ലാബുകൾ കൃത്യമായി ഒരു റെക്കോർഡ് ബുക്കിൽ, ഒബ്സർവേഷൻ ബുക്കിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ടീച്ചർ സൈൻ ചെയ്യണം, ഓരോ ലാബുകളെയും സൈൻ ചെയ്യണം, റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുക. ഫൈനൽ എന്താണ്, ടീച്ചറിന്റെ സൈൻ ഇട്ട് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടി മാർക്ക് 4. ഈസി അല്ലേ? ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്ന ലാബുകൾ കൃത്യമായി ഒരു ബുക്കിൽ എഴുതുക, അപ്പോൾ കിട്ടി 4 മാർക്ക്. അടുത്ത 4 മാർക്ക് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കൽസുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ, ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോടുകൂടി എക്സ്റ്റേണൽ എക്സാമിനർ, നിങ്ങളുടെ സ്കൂളിൽ അധ്യാപകരില്ല, നിങ്ങളുടെ സ്കൂളിൽ എക്സാമിനേഷൻ നടത്താൻ വരുന്ന അധ്യാപകർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് കൃത്യമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി 4 മാർക്ക്. അപ്പൊ 40-ൽ 8 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ബാക്കി എത്രയുണ്ട്? 32 മാർക്ക്. ആ 32 മാർക്കാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത്, എക്സാമിനേഷനിൽ പ്രാക്ടിക്കൽ ചെയ്ത് സ്കോർ ചെയ്യാനുള്ളത്. ആ 32 മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എക്സാമിനേഷന് 6 ലാബിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എക്സാമിനേഷന് 6 ലാബിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ ഏതെങ്കിലും 4 ലാബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എക്സാമിനേഷന് ഏതെങ്കിലും 6 ലാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതിൽ, നിങ്ങൾക്ക് മൊത്തം 16 ലാബാണ് പഠിക്കാനുള്ളത് പറയാം. നിങ്ങൾ പഠിച്ച ലാബുകളിൽ നിന്ന് ഏതെങ്കിലും 6 ലാബിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ 6 ലാബിൽ ഏതെങ്കിലും 4 ലാബിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ 4 ലാബിലെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യണം. ഒരു ലാബിൽ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ 4 ലാബിൽ നിന്ന് 32 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ പ്രാക്ടിക്കൽ ലാബാണ് നമുക്ക് ചെയ്യാനുള്ളത്? +1-ൽ ലാബ് 0 ഉൾപ്പെടെ നമ്മുടെ സിലബസിൽ 10 ലാബാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് +1 സിലബസിനെ ബേസ് ചെയ്ത് 10 ലാബാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാബ് 0 എന്ന് പറഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ്സ് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു 9 ലാബ് +1 സിലബസുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 6 ലാബായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നത്. ഈ 9 ലാബും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് ഇയറിൽ 6 ലാബാണ് ചെയ്യേണ്ടത്. ആ 6 ലാബും ഈ 0 ലാബും കൂടെ ചേർത്ത് ഫസ്റ്റ് ഇയർ സിലബസിനെ ബേസ് ചെയ്ത് 7 ലാബ് ചെയ്യേണ്ടതാണ്. ഓൾറെഡി ഫസ്റ്റ് ഇയർ നിങ്ങൾ 7 ലാബ് ചെയ്യേണ്ടതാണ്. നിർഭാഗ്യവശാൽ പല സ്കൂളുകളിലും അത് ചെയ്യാൻ സാധ്യതയില്ല. സെക്കൻഡ് ഇയറിൽ മൊത്തം 14 ലാബ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം 14 ലാബ്. അതിൽ ഏതെങ്കിലും 9 ലാബ് നിങ്ങളുടെ സ്കൂളുകാർക്ക്, നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർക്ക് സെലക്ട് ചെയ്യാം. ആ 9 എണ്ണം നിങ്ങളുടെ സ്കൂളിൽ ചെയ്യണം.
ഇപ്പോൾ ഫസ്റ്റ് ഇയർ 7, സെക്കൻഡ് ഇയർ 9, 7 + 9 = 16 ലാബ് 0 ഉൾപ്പെടെ 16 ലാബ് നിങ്ങളുടെ സ്കൂളിൽ ചെയ്യണം. ആ 16 ലാബും നിങ്ങളുടെ ഒബ്സർവേഷൻ ബുക്കിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപക സർട്ടിഫൈ ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഈ 16 ലാബിൽ നിന്ന് ഏതെങ്കിലും 6 ലാബിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിനേഷൻ ചോദിക്കുന്നത്. ആ 6 ലാബിൽ ഏതെങ്കിലും 4 ലാബ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാബ് വളരെ ഈസിയാണ്. 1 by 1 ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. തീർച്ചയായിട്ടും ആ 40 മാർക്കും കൃത്യമായി പഠിക്കുന്ന കുട്ടിക്ക് സ്കോർ ചെയ്യാം. ആൻ ഇൻട്രൊഡക്ഷൻ ടു +2 മാത്തമെറ്റിക്സ്, അതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ലാബ് എക്സാമിനേഷൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ലാബിലെ ക്ലാസ്സുകൾ, ഓരോ ലാബിൽ നിന്ന് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വീഡിയോ രൂപത്തിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ലാബും നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓരോ ലാബും വിശദമായി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാത്സ് ലാബ് വീഡിയോസ് 2025 എന്ന പ്ലേലിസ്റ്റിൽ എല്ലാ ലാബിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഓരോ ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഷോർട്ട് കട്ട്സ്, ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറിലെ ചില ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വിശദമായി ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ +2 എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഓൾറെഡി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തികച്ചും സൗജന്യമാണ്. നിങ്ങൾക്ക് വേണ്ട ടിപ്സും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവിടെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ +2 മാത്തമെറ്റിക്സിൽ തിയറി എക്സാമിനേഷനിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററാണ് വെയിറ്റേജ് കൂടുതൽ, ഓരോ ചാപ്റ്ററിന്റെ കണ്ടന്റ് എന്ത് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ലാബ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. +1 നമ്മൾ 7 ലാബ് മിനിമം പഠിക്കുക. സെക്കൻഡ് ഇയർ 9 ലാബ്, അങ്ങനെ മൊത്തം 16 ലാബാണ് പഠിക്കേണ്ടത്. ഓരോ ലാബ് എന്തൊക്കെയാണെന്ന് വിശദമായി +1 +2 ലാബ് എക്സാമിന്റെ ഒരു സ്കീം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ ലാബിലും എന്തൊക്കെ പഠിക്കണമെന്ന് മനസ്സിലാക്കാം. തീർച്ചയായും ഒരു പുതിയ അക്കാദമിക വർഷമാണ്. ഒരു 3 ആഴ്ചയായി കഴിഞ്ഞു. എങ്കിലും റെഗുലറായിട്ട് ക്ലാസ്സുകൾ തുടങ്ങാൻ സാധ്യതയില്ല. കാരണം അഡ്മിഷൻ ആയിരുന്നു, ട്രെയിനിങ് ആയിരുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്കൂളുകളിൽ നടക്കുകയാണ്. തീർച്ചയായും പഠിപ്പിച്ചു തുടങ്ങിയതേ ഉള്ളൂ. തുടക്കം മുതൽ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നേടാം A+. മാത്രമല്ല ഫുൾ മാർക്ക്. അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.